അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ മാഇദ അതിലെ 109-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തു കേട്ടത്. ഒരായത്ത്. നാളത്തെ ഖിയാമത്ത് നാളിൻ്റെ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മുന്നിലുള്ള മുഴുവൻ മനുഷ്യരുടെയും നൃത്തത്തെ, ആ ഭയാനകമായ നിമിഷത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ആയത്ത്. പ്രത്യേകിച്ച് അമ്പിയാക്കൾ പോലും ഭയവിഹ്വലരായി നിൽക്കുന്ന സന്ദർഭം. മുർസലീങ്ങളോടായി അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യൗമ യജ്മഉല്ലാഹു റുസുല, പ്രവാചകന്മാരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹു അവരുടെ ഉമ്മത്തിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടും. ഓരോരുത്തരെയും അവരുടെ സമുദായത്തിൻ്റെ മുന്നിലാണ് നിർത്തുക, ഒരുമിച്ച് കൂട്ടുക. ഈ സമയത്ത് അള്ളാഹു ചോദിക്കും, ഫയഖൂലു മാദാ ഉജ്ബതും, ഏ അമ്പിയാക്കളെ, ഏ നബിമാരെ, ഞാൻ നിങ്ങളെ മഅസൂമിങ്ങളാക്കി പാപമുക്തരാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, എന്നെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, എൻ്റെ കൽപ്പനകളെയും നിരോധനകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചതാണ്. നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് അവരുടെ ഭാഗത്തു നിന്നും കിട്ടിയത്? വല്ലാത്തൊരു ചോദ്യമാണ്. എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഈ സമയത്ത് സകല നബിമാരും പറയുന്ന ഒരേ ഒരു മറുപടി, ഖാലു ലാ ഇൽമ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഒറ്റ മറുപടിയോ, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഇന്നമാ ഖാലു ദാലിക, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പ്രവാചകന്മാർ ആ സമയത്ത് പറയുന്നത് മിൻ ഹൗലി ദാലികൽ യൗം, അതാണ് വിഷയം. മിൻ ഹൗലി ദാലികൽ യൗം, അന്നേ ദിവസത്തെ ഭയാനകതയും ഭയവിഹ്വലതയുമാണ് അവരെ കൊണ്ട് അപ്പിതം പറയിപ്പിക്കുന്നത്, അല്ല വേറൊന്നുമല്ല. അതാണ് അതിന്റെ ശരി. ഒന്നും പറയാൻ അവർക്ക് കിട്ടുകയില്ല. അത്രമേൽ ഭയാനകരമാണ്, അത്രമേൽ ഭയാനകരമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുമായിരുന്നു, മഹ്ശറയിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ ഓരോ മനുഷ്യരും ആഗ്രഹിച്ചു പോകും, നരകത്തിലേക്കാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, എന്നെ നരകത്തിലേക്ക് വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഈ നൃത്തം ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ മുന്നിലുള്ള ഈ നൃത്തം, ഒരു ദിവസത്തിന്റെ പകുതിയേ ഉള്ളൂ. ഒരു ദിവസം ഫുള്ള് പോലുമില്ല. ഒരു ദിവസം എന്ന് പറയുന്നത് എന്താ? അൽഫസന, 1000 വർഷമാണ് ഒരു ദിവസത്തെ ദൈർഘ്യം എന്ന് പറയപ്പെടുന്നത്. 1000 വർഷം. അപ്പൊ അത്രയും സമയത്തിലുള്ള അള്ളാഹുവിന്റെ മുന്നിലുള്ള ആ വിചാരണയ്ക്ക് വേണ്ടിയുള്ള നൃത്തം, അത് ഭയാനകരമാണ്. അത് പറഞ്ഞു ഫലിപ്പിക്കാൻ ഒരു മുഫസ്സിരീങ്ങൾക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല, ആർക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന്റെ മുന്നിൽ അമ്പിയാക്കൾ പോലും പറഞ്ഞു പോകും, ലാ ഇൽമ ലനാ, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങൾക്ക് എന്തു മറുപടിയാണ് തന്നത്? നിങ്ങൾ തൗഹീദുമായി ചെന്നപ്പോ, റിസാലത്തുമായി ചെന്നപ്പോ, ദഅവത്തുമായി ചെന്നപ്പോ ഓരോ സമുദായവും നിങ്ങൾക്ക് എന്തു മറുപടി തന്നു എന്ന് റബ്ബ് ചോദിക്കുമ്പോ
അവരുടെ ഒരേ ഒരു മറുപടി ലാ ഇൽമ ലനാ, ഞങ്ങൾക്കറിയുകയില്ല. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് കാണാം ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം. ആ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനോട് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും. വലനസ്അലന്നൽ മുർസലീൻ, തീർച്ചയായിട്ടും മുർസലീങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യും. മുർസലീങ്ങളോട് നമ്മൾ ചോദിക്കും. നമ്മളെപ്പോലുള്ള ഹിസാബ് അല്ല കേട്ടോ, നമ്മളെപ്പോലുള്ള വിചാരണയല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം ഈ പ്രയോഗം ഫലനസ്അലന്ന ഫലനസ്അലന്ന വലനസ്അലന്ന. അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം ഈ വാക്കിന്റെ പ്രത്യേകത എന്താണ്. തഅക്കീദിന്റെ നൂന് കൊടുത്ത് ഒരു വാക്കിനെ പറയപ്പെട്ടാൽ അവിടെ പിന്നെ അപ്പീലില്ല എന്നുള്ളതാണ്. ഒരു എക്സ്ക്യൂസ് ഇല്ല, ഒരു അപ്പീലില്ല. ഉറപ്പായിട്ടും ചോദിക്കുക തന്നെ ചെയ്യും. നോക്കൂ, അടുത്തൊരായത്ത് നോക്കൂ, വേറൊരു സൂറത്തിൽ വന്ന ആയത്ത് നോക്കൂ. فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ عَمَّا كَانُوا يَعْمَلُونَ. ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫവറബ്ബിക, താങ്കളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഒന്ന് സത്യം ചെയ്തു, ചില്ലറ കാര്യമല്ലത്. ഫവറബ്ബിക, താങ്കളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ലനസ്അലന്നഹും, തീർച്ചയായിട്ടും നമ്മൾ ചോദ്യം ചെയ്യും. അജ്മഈൻ, മുഴുവൻ പ്രവാചകന്മാരെയും. കുറച്ചുകൂടി തഅക്കീദിന്റെ നൂന് മാത്രമല്ല, അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചുരുക്കി പറയട്ടെ മുഅ്മിനീങ്ങളെ, നാളത്തെ ആ ഖിയാമത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും ചിന്താകുലരാകണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് അവസാനം പറയും, അമ്പിയാക്കൾ പറയും, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവേ, അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ നീ മാത്രമാണ്. ഞങ്ങളുടെ അവരുടെ മുന്നിൽ നിന്ന് വന്നു പോയിട്ട് എത്രയോ നൂറ്റാണ്ടുകളായി. അല്ലാഹുവേ, അവരെങ്ങനെയാണ് പിന്നീട് ജീവിച്ചത്, എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടിയത്, ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് കൊണ്ടിട്ടാണോ അവരുടെ മരണം വരെ അവർ കഴിഞ്ഞുകൂടിയത്, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല അല്ലാഹുവേ. പക്ഷേ അദൃശ്യമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവൻ നീയാണ് റബ്ബേ. എനിക്കറിയാമല്ലോ അല്ലാഹ് അവരെങ്ങനെയാണ് പിന്നീട് കഴിഞ്ഞുകൂടിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൽ, ഈ ഒറ്റൊരായത്തിനെ വിശദീകരിച്ചു കൊണ്ടിട്ട് പറയുകയുണ്ടായി, സഹാബാക്കളിൽ ഒരു വിഭാഗം ആളുകൾ ഈ ആയത്ത് അവതരണത്തിന് ശേഷം, ഇത് മനസ്സിലാക്കിയതിന് ശേഷം ദിവസങ്ങളോളം അവർ ഭക്ഷണം ഉപേക്ഷിക്കുകയുണ്ടായി. ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു കൂട്ടം സഹാബാക്കൾ ഭക്ഷണം അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഭക്ഷണം വായിൽ നിന്നുള്ളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്നില്ല, ഇറക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അവർ സ്തബ്ധരായിപ്പോയി എന്നാണ്. ഭക്ഷണം പോലും അവർ ഉപേക്ഷിച്ചു പോയി എന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു നാളെ ഖിയാമത്ത് അവന്റെ മുന്നിലുള്ള നൃത്തം അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. അന്നത്തെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.